യുക്രൈനും റഷ്യയും യുദ്ധം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടത് അവിടുത്തെ സ്റ്റുഡൻസ് ആണ്. എന്തുകൊണ്ടിപ്പോൾ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അതിലൊരു ഭാഗമായിരുന്നു. പെട്ടുപോയി. നമ്മുടെ സർക്കാർ തുടങ്ങി എല്ലാവരും മെഡിക്കൽ സ്റ്റുഡൻസിനെ പിടിച്ചു പോയപ്പോൾ അവിടെ അത് കൂടാതെ കോഴ്സിൽ പഠിച്ചിരുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അവർ വട്ടത്തിലല്ല ഏത് ദിശയാണ് വിട്ടുപോയെന്ന് ആർക്കും അറിയാൻ പാടില്ല. ആ കൂട്ടത്തിൽ നിന്ന് കര കയറാൻ വേണ്ടി ഞാൻ പെട്ട പാട് എനിക്ക് മാത്രമേ ഉള്ളൂ. ഉറക്കമില്ലാത്ത രാത്രികൾ, കഷ്ടപ്പാടിൻ്റെ പീക്ക് ലെവൽ എന്തിനൊരു കോളേജ് കണ്ടുപിടിക്കാനായിട്ട്. കാരണം ഇനി ഭാവി എന്താകുന്നോ ഒന്നും അറിയാൻ പാടില്ലാത്തൊരു കാലഘട്ടം. ഉറക്കമില്ലാത്ത രാത്രികൾ, ഉള്ള യൂണിവേഴ്സിറ്റികൾക്കൊക്കെ മെയിലയക്കൽ, പലരും നോ പറയൽ, പലരും അറിയിക്കാമെന്ന് പറയൽ, ഒരു പോസിറ്റീവ് എവിടെ നിന്നും കിട്ടാത്തൊരവസ്ഥ. ആ ഒരവസ്ഥയിൽ എനിക്ക് ഗിവ് അപ്പ് ചെയ്യാമായിരുന്നു. പാകപ്പാടെ പോകാൻ പോകുന്ന എനിക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രമാണ്. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് എന്നെ തന്നെ പ്രിപ്പയർ ചെയ്ത് ഐ ജസ്റ്റ് കെപ്റ്റ് ഓൺ ട്രൈയിങ്. ഒരു ഗിവ് അപ്പ് ചെയ്യണ ഒരു പരിപാടിയിൽ ഇത്രയും രാജ്യങ്ങളുണ്ട് ലോകത്ത്, എല്ലായിടത്തേക്കും മെയിലുകൾ അയക്കൽ. ഇങ്ങനെ അവസാനം രക്ഷപ്പെട്ട് പോളണ്ടിലെത്തി. അതും എളുപ്പമായിരുന്നു. അതും ഞാൻ സെൽഫായിട്ട് തന്നെ എത്തിയത്. ഒരു ഏജൻസി ഒന്നും